ഹായ് ഡോക്ടർ, യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിനെ പറ്റി ഒന്ന് സംസാരിക്കാവോ? ഈ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നന്റ് ആണോ എന്നറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ അതും ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ ഒരു ഹോർമോണെയാണ് ചെക്ക് ചെയ്യുന്നത്. β-HCG എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഭ്രൂണം ഉണ്ടായി അത് നമ്മുടെ യൂട്രസിൽ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ റിലീസ് ആയപ്പെടുന്നത്, അവിടെ നിന്നും അവിടെ ചുറ്റുപാടിൽ നിന്നും റിലീസ് ആവുന്ന ഒരു ഹോർമോണാണ് ഈ β-HCG. അപ്പോൾ ഈ β-HCG രക്തത്തിൽ വന്നു കഴിയുമ്പോൾ നാച്ചുറലി അത് പിന്നെ നമ്മുടെ യൂറിനിലും വരും. അപ്പോൾ യൂറിനിലുള്ള β-HCG ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഓവർ ദ കൗണ്ടറായിട്ട് ഫാർമസികളിൽ നിന്ന് കിട്ടും. ഈ ടെസ്റ്റ് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ നമ്മൾ പറയുക, നമുക്ക് എന്നാണോ പീരീഡ്സ് വരേണ്ടത്, പീരീഡ്സ് മിസ്സായി കഴിയുമ്പോൾ ഇത് ചെക്ക് ചെയ്യാനാണ് നമ്മൾ പറയാറ്. അപ്പം 28 ഡേയ്സ് ആയിട്ടുള്ള ഒരാളാണ്, ആ സമയത്ത് പീരീഡ്സ് വന്നില്ലെങ്കിൽ അന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി സപ്പോസ് അന്നത്തേത് നെഗറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് സംശയമുണ്ട്, പിന്നെയും പീരീഡ്സ് ഡിലേ ആണെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തും നോക്കാം. ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും നല്ലത് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ മൂത്രം കൊണ്ട് ചെയ്യുന്നതാണ്. കാര്യം കുറേ നേരം മൂത്രസഞ്ചിയിൽ കിടന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ വരുമ്പോൾ ഈ β-HCG ഡിറ്റക്ട് ചെയ്യാൻ എപ്പോഴും എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെ നിർബന്ധമില്ല, ഏറ്റവും നല്ല റിസൾട്ട്സ് എപ്പോഴും അതിലാണ് കിട്ടുക. അതുപോലെ നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള യൂറിൻ ആണെങ്കിലും ചിലപ്പോൾ റിപ്പോർട്ടുകൾ നെഗറ്റീവ് ആയിരിക്കാം. പിന്നെ ഇത് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നാച്ചുറലി നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക. അതിനുശേഷം അതിൻ്റെ ബാക്കി ടെസ്റ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ ബാക്കി സ്കാനുകളിലേക്ക് പോവുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ടെസ്റ്റ് നമുക്ക് 100% റിലയബിൾ ആണെന്ന് പറയാൻ പറ്റും? ഏകദേശം നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഒരു പ്രഗ്നൻസി വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഈ β-HCG ഇങ്ങനെ രക്തത്തിൽ വന്നതിന് ശേഷം യൂറിനിൽ വരുന്നത്. പക്ഷെ ഇതിന് മറ്റു ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. പ്രഗ്നൻസി ചിലപ്പോൾ ഈ മുന്തിരിക്കൊല ഗർഭം എന്ന് നമ്മൾ പറയും, ചിലപ്പോൾ ട്യൂബിലെ പ്രഗ്നൻസി, എക്ടോപിക് പ്രഗ്നൻസി ആകാം. ഇതിനകത്തെല്ലാം β-HCG കൂടി തന്നെ നിൽക്കും. അപ്പോൾ യൂറിനിൽ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പം ട്യൂബിലെ ഗർഭമാണെങ്കിൽ നമുക്ക് വയറുവേദന, ബ്ലീഡിങ് അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണാം. മുന്തിരിക്കൊല ഗർഭത്തിലും അങ്ങനെ വരാം. അപ്പം അല്ലെങ്കിൽ ചിലപ്പം ഈ ബയോകെമിക്കൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 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 ഭ്രൂണം പോലെ വന്ന് അറ്റാച്ച് ചെയ്തിട്ട് അത് അപ്പം തന്നെ അങ്ങ് ഇല്ലാതായി പോകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ചെറിയ രീതിയിൽ β-HCG വരും, പിന്നെ പക്ഷെ അതങ്ങ് ഫെയിലായി പോകുന്നതാണ്. അപ്പോൾ യൂഷ്വലി അങ്ങനെയൊക്കെ നമുക്ക് സംശയമുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു β-HCG ബ്ലഡ് വാല്യൂ വിടും. അപ്പോൾ ബ്ലഡ് വാല്യൂ ഇപ്പോൾ 100 അല്ലെങ്കിൽ 150 വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രഗ്നൻസി ആണെങ്കിൽ നമ്മൾ പറയുക ഓരോ 48 മണിക്കൂറിലും അത് ഇരട്ടിയാകും. 66% കൂടും എന്നാണ്, ഏകദേശം ഇരട്ടിയാകും എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. ഇപ്പം ഇന്ന് 100 ആണെങ്കിൽ മറ്റന്നാൾ എടുത്ത് നോക്കുമ്പോൾ അത് 200 ആയിരിക്കും. അതിൻ്റെ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അത് 400 ആയിരിക്കും. അങ്ങനെ പോകുമ്പോൾ അത് എപ്പോഴും ഒരു നല്ല പ്രഗ്നൻസി ആവാനാണ് സാധ്യത. ഇനി ഇത് കൂടുന്നുണ്ട് പക്ഷെ അത് അത്ര എത്തുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ട്യൂബിലെ പ്രഗ്നൻസി അങ്ങനെയൊക്കെ ആവാനൊരു സാധ്യതയുണ്ട്. ഇനി അതല്ല, നമ്മൾ ഒരു ദിവസം എടുത്തു, അതിനുശേഷമുള്ള ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോൾ β-HCG താഴേക്കാണ് പോകുന്നതെങ്കിൽ അതൊരു ബയോകെമിക്കൽ പ്രഗ്നൻസി ആകാം, അല്ലെങ്കിൽ ഒരു ഫെയിലിംഗ് പ്രഗ്നൻസി ആകാം എന്നൊക്കെയാണ്. പക്ഷെ അതൊക്കെ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷമുള്ള ടെസ്റ്റുകളാണ്. UPT നമ്മളൊരു ഇനീഷ്യൽ ഇവാലുവേഷൻ അത് ഹെൽപ്പ് ചെയ്യും.